വസു, നിനക്ക് എന്താ വസു പറ്റിയത്? ഇത്രയും തരം താണ് ചിന്തിക്കാനും പ്രവർത്തിക്കാനും നിനക്ക് എങ്ങനെ മനസ്സു വന്നു? നീ തോൽപ്പിക്കാൻ നോക്കിയത് ആരെയാണെന്നറിയോ? നീ സ്വന്തം മകനെന്ന് പറഞ്ഞ് വിരലിൽ തൂക്കിക്കൊണ്ട് നടന്ന അതേ ഗൗതമിനെ തന്നെ. നീ കെട്ടിപ്പടുത്തതെന്ന് നീ അവകാശപ്പെടുന്ന ഈശ്വരമംഗലത്തിന്റെ കമ്പനിയെയാ, ഈ കുടുംബത്തിനെയാ. ഈ പെങ്കൊച്ച് രാപകലില്ലാതെ ഓടി നടന്ന് അധ്വാനിച്ച് നേടിയെടുത്തതാ വസു ഈ ടെൻഡർ. പകലൊന്നും ഒരു നിമിഷമെങ്കിലും അടങ്ങി ഒരിടത്ത് ഇരിക്കാൻ അതിന് സമയം കിട്ടിയിട്ടില്ല. ഞാൻ കണ്ടതാ. ഈ കൊച്ചു ഒരു പോളെ കണ്ണടച്ച് ഉറങ്ങിയിട്ട് എത്ര ദിവസങ്ങളായിന്ന്. പരിചയമില്ലാത്ത ഒരു ജോലിയും ഉത്തരവാദിത്വവും താലി കെട്ടിയവനെ ഏൽപ്പിച്ചതിന്റെ പേരിൽ അവന്റെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി ജയിച്ചോ മതിയാവോന്ന് ഉറപ്പിച്ചിറങ്ങിയവളാ ഇവള്. നീ കട്ടെടുത്ത CKCക്കും ജ്യോതിർമയ്ക്കും ചോർത്തിക്കൊടുത്തതേ ഈ പാവത്തിന്റെ അധ്വാനത്തിനെ വസു. ഇത്രയ്ക്ക് തരം താഴെഴുതായിരുന്നു വസു. നോക്കെട്ടി, വാക്കുകള് സൂക്ഷിച്ചുപയോഗിക്കണം കേട്ടല്ലോ. ഇവൾക്ക് എന്നോട് പക കാണും. കിട്ടിയ അവസരത്തിനെ പ്രതികാരം ചെയ്യാനായിട്ട് ഉപയോഗിക്കുകയാണിവള്. ഇവള് മെനഞ്ഞുണ്ടാക്കിയെടുത്ത കഥകളൊന്നും ഏട്ടത്തി വിശ്വസിക്കണ്ട. ഞാൻ ടെൻഡർ എമൗണ്ട് മോഷ്ടിച്ചെടുത്തു പോലും. എന്തിന്? അത് CKCക്ക് പറഞ്ഞു കൊടുത്തതുകൊണ്ട് എനിക്ക് എന്ത് പ്രയോജനം? ലാഭമില്ലാത്തതൊന്നും ചെയ്യില്ല ഞാൻ, അറിയാലോ എന്നെ. ഇത്രയൊക്കെ കാണിച്ചു കൂട്ടിയിട്ടും മുഖത്ത് നോക്കി ഇങ്ങനെ കള്ളം പറയാൻ നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വരുന്നു? എന്റെ കണ്ണുകൊണ്ട് കണ്ട കാര്യങ്ങളെ കഥയാണെന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാമെന്ന് നിങ്ങൾ കരുതണ്ട. നല്ല ഒന്നാം തരം തട്ടിപ്പുകാരിയാണ് നിങ്ങള്. ചിരിച്ചുകൊണ്ട് കഴുത്തറക്കുന്ന ദ്രോഹി. എന്താടി, എന്താ നീ എന്നെ വിളിച്ചേ? എടി, നിങ്ങളെപ്പോലെയുള്ളവരെ വെറും ദ്രോഹി എന്നല്ല വിളിക്കേണ്ടത്, കുലദ്രോഹി എന്ന് വേണം വിളിക്കാൻ. എന്റെ കാര്യം വിട്ടേക്ക്. ഇതുപോലെയുള്ള ഒരു ടെൻഡറിൽ പങ്കെടുക്കാനും അതിൽ വിജയിക്കാനുമുള്ള യോഗ്യത എനിക്കില്ലെന്ന് എനിക്ക് തന്നെ നന്നായിട്ട് അറിയാം. ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഗൗതം ഗോപിനാഥ് എന്നൊരു മനുഷ്യനെ മുന്നിൽ നിർത്തി മാത്രമാണ്. ഞാൻ ഈ വീട്ടിലേക്ക് കാല് കുത്തിയ നിമിഷം മുതൽ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഗൗതമിന്റെ ജീവിതത്തിൽ വരുന്ന എല്ലാ അപകടങ്ങൾക്കും കാരണക്കാരി ഞാനാണെന്നല്ലേ? ഗൗതമിന്റെ കാലിൽ ഒരു മുള്ളു തറച്ചാ പോലും അതെന്റെ സഹവാസം കൊണ്ടാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചവരല്ലേ നിങ്ങള്? എന്നെ ഏത് വിധത്തിൽ ഒഴിവാക്കി ഗൗതമിന്റെ ജീവിതം സുരക്ഷിതമാക്കുന്നതാണ് നിങ്ങളുടെ ജീവിത ലക്ഷ്യമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചവളല്ലേ നിങ്ങള്? ആ ഗൗതമിനോടാ നിങ്ങൾ ഈ ചതി ചെയ്തതെന്ന് ഓർക്കണം. എങ്ങനെ മനസ്സ് വന്നു ആന്റി നിങ്ങൾക്ക്? ഈ ടെൻഡറിൽ ഞാൻ തോറ്റുപോയിരുന്നെങ്കിൽ തോൽക്കുന്നത് ഞാനാവുമായിരുന്നില്ല, ജയിലിൽ കിടക്കുന്ന ആ പാവം മനുഷ്യനായിരുന്നേനെ. ഞാനും ഈ കുടുംബത്തിലെ മറ്റാരും വേദനിക്കുന്നതിനേക്കാൾ ഗൗതം വേദനിച്ചേനെ. ആ മനുഷ്യനെ പരിഹസിച്ച് ചിരിക്കാൻ CKCക്കും ജ്യോതിർമയ്ക്കും മറ്റൊരവസരം കൂടി ഉണ്ടാക്കി കൊടുക്കാനല്ലേ നിങ്ങൾ നോക്കിയത്? ഒന്നും നിങ്ങൾ അറിഞ്ഞ സംഭവം അല്ലെന്നും എന്റെ കെട്ടുകഥകളാണെന്നും ഇനിയും നിങ്ങൾ ആവർത്തിച്ചാൽ തെളിവുകൾ ഓരോന്നായി ഈ നടുമുറ്റത്ത് നിരത്തി വെച്ച് നിങ്ങളുടെ തൊലി ഉരിക്കും ഞാൻ. എന്താ വേണോ?
എങ്ങോട്ടാ നീ കേറി പോകുന്നത്? അപവാദം കുറെ കേട്ടതല്ലേ, എനിക്ക് കുറച്ച് റെസ്റ്റ് എടുക്കണം. റെസ്റ്റ് എടുത്തോളൂ, പക്ഷേ അതൊക്കെ ഇനി ഈ വീടിന്റെ പുറത്തു മതി, ഇവിടെ വേണ്ട.